you one time, if you can go back to your college days, what would it be that you want to do first? ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ക്യാൻറ്റീനിൽ പോയി ചായ കുടിക്കും. അല്ലേ, ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. ഞാൻ ബാഡ്മിൻ്റനായിരുന്നു. അപ്പോൾ കോളേജിൽ പോകുന്നതിന് ചായ കഴിക്കുമ്പോൾ കഴിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി കോളേജിൽ എത്തുന്ന ആദ്യ കാര്യം ചെയ്യുന്നത് തന്നെയാണ്. താങ്ക് യു ചേട്ടാ ഫോർ ആൻസർ. Thank you. Okay, so my question is like, ഈ ഓണത്തിന് അത് നമ്മുടെ ഫ്രണ്ട്സിന്റെ 2 സിനിമകളുണ്ട്. കണക്ട് പ്ലാൻ ചെയ്യും. സോ ഞങ്ങളുടെ ഫാൻസ് എല്ലാവരും ഭയങ്കര കൺഫ്യൂസ് ആയി ഓണകാശ് കാരണം എന്താണ് അതിനെക്കുറിച്ച് പറയാൻ പ്ലാൻ പറഞ്ഞാൽ എങ്ങനെ നമ്മൾ ഇതിൽ എത്തിപ്പിടിക്കുന്നത്? പൃഥ്വിയുടെ കഴിഞ്ഞു വരുന്നത്, ദുർഗയുടെ അയാളി വരുന്നത്, ഞങ്ങളുടെ ബന്ധനെ കുടുംബത്തിൽ വരുന്നത്. എന്താ പറയുക, സിനിമ ഘടകത്തിന്റെ നാടകവും എല്ലാവരും വളരെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ സിനിമ ചെയ്യുന്നത്. ഇതെല്ലാം വളരെ ടെലിഫിൻ വളരെ ബിഗ് ബഡ്ജറ്റ് വരുന്ന വലിയ സിനിമകളാണ്. നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാ സിനിമകളും കാണണം. നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾ കേട്ടുപോകുന്ന സിനിമകളെ ഞങ്ങൾ വിജയിപ്പിക്കണം തന്നെയാണ്. അത് ഞാനാണെങ്കിലും ദുർഗാണെങ്കിലും കൃത്യമാണെങ്കിലും അത് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ചെറുപ്പത്തിൽ എന്നോട് എടുത്തിട്ടുണ്ട്. അന്ന് ഭയങ്കര പിന്നെയായിരുന്നു ഒരു കാലെടുക്കുന്ന സമയത്ത് ഭയങ്കര ഫാനാണ്. ചെറുതാവുന്ന ഭയങ്കര ഫാനാണ്. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, നമ്മളിപ്പോ പാട്ടൊക്കെ കണ്ട്, അപ്പൊ ആ പാട്ടൊക്കെ കാണുമ്പോൾ എന്താണ് ആ ഓം ശാന്തി ഒരു വൈകാണായിരിക്കും അല്ലേ? അപ്പൊ എങ്ങനെയാണ് നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് ഈ ഒരു മൂവിയിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ഉള്ള ഒരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ പെർസ്പെക്റ്റീവിൽ ഒരു ചേട്ടനോട് തോന്നുന്ന ഒരു ഇഷ്ടമാണ് സിനിമ പറയുന്നത്. എന്നാൽ അതിനകത്ത് നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, നമ്മുടെ ലൈഫ് ഉണ്ട്. നമ്മുടെ ബേസിക് നമ്മുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെ ആണ് ഈ കഥ പോകുന്നത്. ഒരുപാട് ആളുകൾ മുമ്പ് ഇറങ്ങിയതാണ് ഓം ശാന്തി ഓശാൻ. അത് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. നമുക്കിനെ ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു അതേപോലെ ഫീൽ വെറുതെ കുടുംബം തരുന്നതാണ് വിശ്വസിക്കുന്നത്. Thank you so much for coming to this college. കുറേ ആൾക്കാർ ചൈൽഡ്ഹുഡ് ഡ്രീം ആയിരിക്കും ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞു. അതെല്ലാവരും കുറേ ചാനൽ ചെയ്തിട്ടുണ്ട്, കുറേ സിനിമ ചെയ്തിട്ടുണ്ട്. അതിൽ ശരിക്കും ഇപ്പോൾ ഇതാണ് ലൈക്ക് ഞാൻ റിയൽ ലൈഫിൽ ഇങ്ങനെയാണ് തോന്നിയൊരു ഫിലിം ഉണ്ടോ? ഒരു 80% ഡൊണേഷൻ, ഒരു 20% ജോർജ്. അതിലെല്ലാ സീനും ചിരി കൺട്രോൾ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എല്ലാ സിനിമയിലും ഞാനത് അനുഭവിക്കുന്നുണ്ട്. പക്ഷെ ഞാനത് എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. എനിക്ക് അതിന്റെ ഓപ്പോസിറ്റ് ഒരാള് അഭിനയിച്ച് കാണുമ്പോൾ അല്ലെങ്കിൽ എസ്പെഷ്യലി ഏറ്റവും അടുത്ത കൂട്ടുകാരൊക്കെ ഇമോഷണൽ സീൻസ് ആയിട്ട് ചെയ്യണം ഒക്കെ തന്നെ എനിക്ക് ചിരി വരും. എന്താ പറയുക, അത് എല്ലാവരും ഒരു ക്യാരക്ടർ സിനിമ സീരിയസ് ആയിട്ട് കാണാൻ പറ്റും. ഞാൻ അങ്ങനെ കാണാറില്ല. എന്റെ മൈൻഡിൽ 80% മൂവേഷൻ ആയതുകൊണ്ട് ഞാൻ വളരെ ആദരവോടുകൂടിയാണ് എഴുതാറ്. ഒരുപാട് സീനിയറെ അത് ഞാൻ ഇന്റർവെൽ പഞ്ചിലൊരു സീൻ, ഞാൻ അർജുന വഴക്കിട്ട് ഒരു ബെഡ്റൂമിൽ ഇടി കൂടുന്ന ഒരു സീനുണ്ട്.
അതെനിക്ക് ഒരു ദിവസം ഷൂട്ട് പോയി ശരിയാണ്